ഗോവ ട്രിപ്പ് പാർട്ട് 2. അങ്ങനെ ഗോവയിൽ ഇറങ്ങിയിട്ട് ഫസ്റ്റ് നമ്മൾ നോക്കിയിട്ട് വണ്ടിയാണ്. നമുക്ക് റെന്റിന് ട്രസ്റ്റ്ഫുൾ ആയ സ്ഥലത്ത് ഒരു വണ്ടി എടുക്കണം. അങ്ങനെ ഗൂഗിളും റീൽസും നോക്കി ഒരു ട്രസ്റ്റ്ഫുൾ ആയ സ്ഥലം കിട്ടിയിരുന്നു. ഏകദേശം 1 കിലോമീറ്റർ ഇവിടെ നടക്കാണ്ട്. നടക്കുമ്പോൾ നമ്മൾ കുറേ പേര് നമ്മൾ ചോദിച്ചു വണ്ടി റെന്റ് ചെയ്യണം. അങ്ങനെ വണ്ടി ആയിട്ടും പലവർക്ക് പണി കിട്ടിയിട്ടാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ പല സ്കാമും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് കാര്യം വണ്ടി എടുക്കാം. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല തോന്നി. ടേംസ് ആൻഡ് കണ്ടീഷൻ അത് ഫുള്ളായിട്ട് എന്തായാലും വായിക്കണം. അവർ ടേംസ് തന്നെ എഴുതിയിട്ട് നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ എടുത്ത് വെക്കണം. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് വണ്ടിൻ്റെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഫുൾ ഒരു പാർട്ടും മിസ്സിംഗ് ആകാൻ പറ്റും. ടോട്ടൽ 4 വണ്ടി എടുത്തത് 3 ദിവസത്തേക്ക്. ഏകദേശം ഒരു ദിവസം വരുന്നത് 350 രൂപയാണ്. അവിടെയാണെങ്കിൽ UPI പേയ്മെന്റ് ഇല്ല. അങ്ങനെ ക്യാഷിൽ നമ്മൾ ഒപ്പിച്ച് ഏകദേശം ആക്കി 4200 രൂപ. അതുപോലെ എക്സ്ട്രാ 2000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ആണ് കൊടുത്തത്. അങ്ങനെ എല്ലാവരും ഫുൾ സെറ്റ് ആയിട്ട് ഇറങ്ങി നേരെ പോയത് പെട്രോൾ പമ്പിലേക്കാണ്. ഒന്നും നോക്കിയില്ല, അങ്ങ് ഫുൾ ടാങ്ക് അടിച്ചു. ഏകദേശം 300 കിലോമീറ്റർ ഓടാണ്. നമ്മളെ പ്ലാൻ ഉണ്ടായത് മൺകോയ്ക്ക് ഇറങ്ങിയിട്ട് റൂമിലേക്ക് പോകാനാണ്. പക്ഷേ ബാഗും കാര്യങ്ങളും ഇല്ലോണ്ട് നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. റോഡിൽ കൂടി പോകുമ്പോൾ തന്നെ മൊത്തത്തിൽ സ്ഥലമെല്ലാം കാണാൻ അടിപൊളിയായിരുന്നു. നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ സൈഡിൽ കാണുന്ന ഒരു ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ആർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. വിശപ്പില്ലോണ്ട് അങ്ങനെ തിന്നു. പിന്നെ ഇവിടെ ഫുഡിനെല്ലാം കത്തി പൈസ ആയിരിക്കും. മെയിൻ ടൂറിസ്റ്റ് സ്ഥലമായ നോർത്ത് ഗോവയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെ റൂം വരുന്നത് കളാങ്കാട്ടിലാണ് നോർത്ത് ഗോവയിൽ. അപ്പോൾ അതിന്റെ വിശേഷങ്ങളായി അടുത്ത വീഡിയോ കാണാം.